എന്തെല്ലാം നന്മകളാം ഓരോന്നും ഓർക്കുമ്പോൾ ഉള്ളത്തിൻ ആഴങ്ങളിൽ നല്ലുറവയാം സ്തോത്രഗീതം. എന്തെല്ലാം നന്മകളാം ഓരോന്നും ഓർക്കുമ്പോൾ ഉള്ളത്തിൻ ആഴങ്ങളിൽ നല്ലുറവയാം സ്തോത്രഗീതം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യം എന്ന് തോന്നുമ്പോൾ ജീവത്താതിൻ്റെ കരങ്ങളാൽ നന്മയ്ക്കായവ മാറിടും. ദോഷമായി യാതൊന്നും ഭവിക്കാതെ കാക്കും താൻ. എന്തെല്ലാം നന്മകളാം ഓരോന്നും ഓർക്കുമ്പോൾ ഉള്ളത്തിൻ ആഴങ്ങളിൽ നല്ലുറവയാം സ്തോത്രഗീതം. എന്തെല്ലാം നന്മകളാം ഓരോന്നും ഓർക്കുമ്പോൾ ഉള്ളത്തിൻ ആഴങ്ങളിൽ നല്ലുറവയാം സ്തോത്രഗീതം. ആശ്രയങ്ങൾ മനുഷ്യരിലോ ആകുലങ്ങൾ പിൻപേ വരും. അത്യുന്നതനാം ദൈവം നിന്റെ ആലംബം അയാൾ ഇൻപം എന്നും ശുഭമായി ശോഭയായി. മാത്രമല്ല ഇന്നത്തെ ഈ ശുശ്രൂഷ ഇവിടെ ലീഡ് ചെയ്യുന്നത് പ്രിയ കർത്തൃദാസൻ കെ തകസനോടുകളാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും സ്നേഹത്തോടു കൂടി ശുശ്രൂഷയിലേക്ക് സ്വാഗതം അറിയിക്കുന്നു. ദൈവം മറ്റ് വിവിധമായ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുന്ന അനുഗ്രഹീത ഗായകൻ ശൈലനാരായണൻ. പ്രിയപ്പെട്ടവരെ, 19 സങ്കീർത്തനം വായിക്കാം. സങ്കീർത്തനങ്ങൾ 19 വായിക്കാം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വഴിപ്പിടിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾക്കാനുമില്ല. ഭൂമിയിൽ എല്ലാണവും അതിന്റെ അളവും പോലും ഭൂതലത്തിന്റെ അർത്ഥത്തോളം അതിന്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണവരിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം. വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിന്റെ അർത്ഥത്തിൽ നിന്നും അതിന്റെ ഉദയവും അറുതി വരെ അതിന്റെ അയനവും ആകുന്നു.
ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ മകളാട്ടെ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുന്നു. ശങ്കറിൻ്റെയും സ്റ്റെഫിയുടെയും പതിനെക്കാർ ധാരണയിലെത്തി ഈ വിവാഹം ഒപ്പിക്കുവാനുമായിട്ടാണ് ദൈവനാമത്തിൽ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ദൈവം കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ദൈവം തക്ക സമയത്ത് എത്തുന്നവരെ കണ്ടെത്തി അത് നടത്തുവാൻ ഉറപ്പിക്കാൻ നൽകിയിരിക്കുന്ന അവസരത്തിൽ വിശേഷാൽ ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുന്നു. ഇത്രത്തോളം പരിപാലിച്ച ആ ജീവനുള്ള ദൈവത്തെ തന്നെ നമുക്ക് സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അവൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുക്കുവാൻ്റെ ആ ദൈവ സാന്നിധ്യത്തിൽ തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ദൈവം ഇന്ന് ഇടയാക്കി. ഈ നല്ല സുദിനത്തെ അതിനായിട്ട് നമുക്ക് നൽകി നമുക്ക് അതിന് കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇരുപവനക്കാരൻ ഞങ്ങളുടെ ധാരണയിലെത്തിയതുകൊണ്ടാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. തുടർന്നുള്ള കാര്യങ്ങൾ ദൈവനാമത്തിൽ നടത്തുന്നതായിരിക്കും. ദൈവനാമം മഹത്വപ്പെടുന്നതാവട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. പ്രിയ കുഞ്ഞുങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ശങ്കറിനും അതുപോലെ പ്രിയ ശിവയ്ക്കുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ പ്രിയ മക്കളെ വലുവനായ ദൈവം അവരൊന്ന് നടത്തി പരിപാലിച്ചു. അവർ ചെറുപ്പപ്രായത്തിൽ തന്നെ ദൈവത്തെ അറിയുവാനും ദൈവങ്ങളായി തീരുവാനും അവരെ അവിടെ സഹായിച്ചു. തുടർന്നും അവരുടെ പഠനകാര്യങ്ങളിലും വലുവനായ ദൈവം അവരോട് കൂടിയിരുന്നു. ഒരു കാര്യങ്ങളിലൊക്കെ വലുവനായ ദൈവം അവരെ സഹായിച്ചു. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അവരുടെ വിവാഹപ്രായമായപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിപ്പാനും വലുവനായ ദൈവം ആ നിലയിൽ ഇടയാക്കി. അതോടുള്ള ബന്ധത്തിൽ വലുവനായ ദൈവം തക്ക സമയത്ത് തക്ക തുണിയെ കൊടുന്ന് ഒരുക്കി കൊടുത്തതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിവാഹ ആലോചന ഇരു ഭവനങ്ങളും തമ്മിൽ ദൈവത്തെ ആശ്രയിച്ച് ആലോചിപ്പാനായിട്ട് ഇടയായി തീർന്നു. തുടർന്നും ഇരു സഭയിലെ പ്രതിനിധികളും ഇരു ഭവനങ്ങളിലെ കുടുംബങ്ങളിലും ആ നിലയിൽ ആ കാര്യങ്ങൾ ആലോചിപ്പാനും ആ നിലയിൽ ഇന്ന് ഇവിടെ വെച്ച് ഈ വിവാഹ നിശ്ചയം നടത്തുവാനും തുടർന്ന് ദൈവം അനുവദിച്ചാൽ ജൂലൈ മാസം 16-ാം തീയതി ചൊവ്വാഴ്ച എളവൂർ സഭയുടെ സഹകരണത്തിൽ എളവൂർ വെച്ച് വിവാഹ ശുശ്രൂഷ നടത്തുവാനായിട്ട് കർത്താവിൽ ആ നിലയിൽ ഞങ്ങളൊരു ധാരണയിൽ എത്തിയിരുന്നു. അതോടുള്ള ബന്ധത്തിൽ അത് ഒരു ഉറപ്പിലേക്ക് വേണ്ടിയാണ് ഇന്ന് ഇവിടെ ഈ ദൈവങ്ങളെ ഈ നിലയിൽ കൂടി വരുവാനും ഈ സദസ്സിനെ ആ വിവരം അറിയിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ആ വിവരം സദസ്സിനെ ഓർപ്പിച്ചു കൊള്ളുന്നു. ദൈവത്തിൻ്റെ വലിയേറെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
വിവാഹ നിശ്ചയരേഖ രാജകുമാരി 13/7/2024. ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല താലൂക്കിൽ രാജകുമാരി വില്ലേജിൽ താമസിക്കുന്ന എടാട്ടു പടിഞ്ഞാറേതിൽ വീട്ടിൽ സഹോദരൻ AM ജോൺസൻ്റെയും സഹോദരി ബിജി ജോൺസൻ്റെയും മകൾ സ്റ്റെഫി ജോൺസൺ 25 വയസ്സ് രാജകുമാരി വ്രതം സഭാംഗം. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി താലൂക്കിൽ കല്ലൂർ തെക്കുമുറി വില്ലേജിൽ താമസിക്കുന്ന കുടിലിക്കൽ വീട്ടിൽ സഹോദരൻ KA ജോസിൻ്റെയും സഹോദരി മേഴ്സി ജോസിൻ്റെയും മകൻ ശങ്കർ ജോസും 28 വയസ്സ് എളവൂർ ക്രിസ്ത്യൻ ബ്രദർ സഭാംഗം. ഇവർ തമ്മിലുള്ള വിശുദ്ധ വിവാഹം ദൈവഹിതമായാൽ 2024 ജൂലൈ മാസം 16-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് എളവൂർ ക്രിസ്ത്യൻ ബ്രദർ സഭയുടെ ചുമതലയിൽ എളവൂരിലുള്ള റെയിൻബോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി വരൻ്റെ ഗൃഹത്തിൽ പ്രവേശിക്കുന്നതിന് ഇരു ഭവനങ്ങളിലെയും ഇരു സഭകളിലെയും പ്രതിനിധികളും ബന്ധുമിത്രാദികളും ചേർന്ന് ഇന്നേ ദിവസം 2024 ജൂലൈ മാസം 13-ാം തീയതി രാവിലെ 12 മണിക്ക് രാജകുമാരി സെൻറ് ജോൺസ് യാക്കോബായ പള്ളിവക പാരിഷാളിൽ വെച്ച് കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഈ ഭവനത്തിൽ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുചേരുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനവും അത് സന്തോഷത്തിന് ഇരട്ടി കർത്താവ് കാരണമായി തീരുന്നതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് പോകുന്ന സമയം അവിടുത്തെ പാതപ്പെടുത്തൽ ഞങ്ങൾ ഇരിക്കട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് ഞങ്ങളുടെ വ്യത്യസ്തമായ കർത്താവ് മാനസികമായ ഹൃദയമായ കർത്താവെ ആ ദൈവവചനത്തിൻ്റെ പരിജ്ഞാനം ഉള്ളവരാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഇങ്ങനെ കർത്താവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളുടെ മധ്യമുള്ളതും സ്തോത്രം. കർത്താവ് കേൾക്കുന്ന വചനം എല്ലാവർക്കും അനുഗ്രഹത്തിനും ആശ്വാസത്തിനും പ്രത്യാശയ്ക്കും കർത്താവ് അനുഗ്രഹത്തിനും കാരണമാക്കി അവർ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസനെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വത്തോടത്തേക്ക് തരുന്നു. യേശുവർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള കർത്താവിൻ്റെ ദാസന്മാർ, അതുപോലെ പ്രിയ സ്റ്റെഫിമോളുടെയും അതുപോലെ ശങ്കറിൻ്റെയും ഭവനത്തിൽ നിന്ന് സഭയിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ, ഇരു സഭകളെ അതുപോലെ ചുറ്റുപാടുകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളുടെ പ്രിയ സ്നേഹിതർ, എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമാണ് നാം ആയിരിക്കുന്നത്. പുഞ്ചിരി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കിന്ന് എല്ലാവർക്കും വളരെ പുഞ്ചിരിയോടുകൂടെ നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ ഈ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ ദൈവം അവരെ അനുഗ്രഹിച്ചല്ലോ എന്നോർത്ത് കർത്താവിന് മഹത്വം നൽകിക്കൊണ്ട് ആയിരിക്കാം കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കും. യോഗ്യമായ ഒരു കുടുംബത്തിന്റെ ഒരു തലവനായിട്ടുള്ള ഒരു ദൈവഭക്തന്റെ പേരാണ് സ്റ്റെഫനാസ്. അതിന്റെ മറ്റൊരു പ്രയോഗമാണ് സ്റ്റെഫി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നാമം. ഇന്ന് ഞാൻ പ്രിയ മോന്റെ പേര് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് പിടിയായില്ല. അപ്പൊ ഈ മോന്റെ പേര് വായിച്ചിട്ട് ഞാൻ ദേവദാസനോട് ചോദിച്ചു, ആ പേര് ഒന്നുകൂടെ ഒന്ന് പറയണം. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുണ്ട് 3:21. അപ്പോ അവിടെ ശങ്കർ അതാരാ? ദൈവത്തിന്റെ ന്യായാധിപന്മാരിൽ ഒരാള്, വളരെ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭക്തന്റെ പേര്. അപ്പൊ ഈ രണ്ട് പേരുകളും സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ ദൈവഗ്രഹത്തിൽ യഹോവയുടെ ആലയത്തിലെ നടുതലകളായി അനുഗ്രഹിക്കപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങളാണ്. നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരുടെ വിവാഹത്തെ കുറിച്ച് മാത്രമല്ല, അവരുടെ ആത്മികവും ഭൗതികവുമായ കാര്യങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പ്രിയ സ്റ്റെഫിമോള് അവൾ വളരെ ചെറുപ്പം മുതൽ എനിക്കറിയാവുന്ന കുഞ്ഞാണ്. എന്റെ പ്രിയ മോളും സ്റ്റെഫിയും ഒരുമിച്ചാണ് കരിതാസിൽ അവർ ജോലി ചെയ്യുമ്പോൾ അവർ ഒരുമിച്ച് ഒരു ഹോസ്റ്റലിൽ ഒരു മുറിയിലായിരുന്നു. അപ്പോ സ്റ്റെഫിയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം, വളരെ പ്രാർത്ഥിക്കുന്ന, വളരെ ദൈവവചനം വായിക്കുന്ന, ആത്മീയ കാര്യങ്ങളിലൊക്കെ നല്ല ശുഷ്കാന്തിയുള്ള ഒരു നല്ല പ്രിയ മകളാണ്
ഈ പ്രിയ സ്റ്റെഫി അത് പ്രിയ മോന് അനുഗ്രഹമായി തീരട്ടെ. മോനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല എങ്കിലും സ്വർഗത്തിലെ ദൈവം പ്രിയ മകനെ അനുഗ്രഹിച്ച് നല്ല മനോഹരമായിട്ടുള്ള ഒരു കുടുംബത്തിൽ ദൈവസഭയിൽ നിന്ന് ഇവിടെ കൂട്ടിക്കൊണ്ടുവരുവാൻ ദൈവം അനുവദിച്ചല്ലോ. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവവചന പ്രകാരമുള്ള നീതി ഈ പ്രിയ മക്കളുടെ കുടുംബത്തിൽ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ നമ്മുടെ കുടുംബങ്ങളിലും ദൈവവചനത്തിന്റെ നീതി വിളയാടണം. എന്താ നീതി എന്ന് പറഞ്ഞാൽ? നീതി എന്ന് പറഞ്ഞാൽ ഫിക്സ് ടു എ ഫ്രെയിം, ഒരു ഫ്രെയിമിനോട് ചേർന്ന് കൃത്യമായിട്ട് യോജിക്കപ്പെടുന്നതിനാണ് നീതി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ നീതി ഏതൊക്കെ അർത്ഥങ്ങളിൽ അത് പൂരിപ്പിക്കപ്പെടണമോ അതേ രീതിയിൽ നാം ജീവിക്കണം. എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റപ്പെടണം. ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ പിതാവാണ്, സഹോദരനാണ്, മകനാണ്, അതുപോലെ ഭർത്താവാണ്. അങ്ങനെ പല ഓഫീസുകൾ അദ്ദേഹത്തിനുണ്ട്. ഈ എല്ലാ ഓഫീസുകളും ഒരുപോലെ കൈകാര്യം ചെയ്യപ്പെടണം. ഒരു ഓഫീസിൽ കയറാതെ പോകരുത്. അപ്പനോടുള്ള ബന്ധത്തിൽ, അമ്മയോടുള്ള ബന്ധത്തിൽ, സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ ആ ഓഫീസ് ഒന്നുമില്ല. പിന്നെ ഏതേ ഉള്ളൂ? സ്വാർത്ഥത മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താ വരും? പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. എല്ലാ ഓഫീസുകളും കൈകാര്യം ചെയ്യണം. ഒരു ഭാര്യ ഒരു അമ്മയാണ്, ഒരു ഭാര്യയാണ്, ഒരു സഹോദരിയാണ്, ഒരു മാതാവാണ്, ഒരു വല്യമ്മച്ചിയാണ്. പിന്നീട് പല നിലകളിൽ ദൈവമാക്കുന്ന ഓഫീസുകളിൽ കയറുക. അവിടെ എല്ലാം ഒരുപോലെ നീതി പ്രവർത്തിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവവചനം ഒരു വ്യക്തിയെ കുറിച്ച് എന്തൊക്കെ പറയുന്നോ അതെല്ലാം നീതിയോടുകൂടെ ചെയ്യണം. 2, കുടുംബത്തിൽ കരുണയുണ്ടാകണം. എന്താ കരുണ എന്ന് പറഞ്ഞാൽ? കരുണയും ദയയും പരസ്പരമായിട്ട് 2 ചിറകുകളാണ്. കരുണയും ദയയും കുടുംബത്തിലുണ്ടാകണം. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത വീടാണെങ്കിലോ, ഒന്ന് പറഞ്ഞ രണ്ടാം വാക്കിന് പ്രശ്നങ്ങളിലേക്ക് കടക്കുന്ന ഒരു വീടാണെങ്കിലോ, ദൈവം സ്ഥാപിക്കുന്ന ഏറ്റവും മനോഹരമായ കുടുംബത്തിൽ പ്രിയ ശങ്കറും അതുപോലെ സ്റ്റെഫിമോളും അവർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഈ കാര്യം ഓർത്തിരിക്കണം. ദൈവത്തിന്റെ വചനത്തിലെ നീതി, ദൈവത്തിന്റെ വചനം അവർക്കിത് പറഞ്ഞാൽ മനസ്സിലായി. ദൈവവചനത്തിലെ നീതി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. കാരണം അവരിപ്പോ തന്നെ എത്രയോ പ്രസംഗങ്ങൾ കേട്ടു, എത്രയോ ബൈബിൾ ക്ലാസ്സുകളൊക്കെ കേട്ടു, അവരെത്രയോ കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ അവർക്കിത് പെട്ടെന്ന് മനസ്സിലായി. ഞാനിങ്ങനെ പറയുമ്പോൾ ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അത് ദിവസം വായിച്ചാൽ മതി. എല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. അപ്പൊ ദൈവവചനത്തിലെ നീതിയോടെ, കരുണയോടെ, ന്യായം, ദൈവത്തിന്റെ കുടുംബം ആ കുടുംബത്തിൽ ഒരു ന്യായത്തോടുകൂടെ ജീവിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ വേഗത്തിൽ പോകട്ടെ. അത് മാത്രമല്ല, ഇവിടുന്ന് വായിക്കുന്നത് നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. വളരെ വിശ്വസ്തയോടുകൂടെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അടുത്തത് പറയുക വിശ്വസ്തത. പ്രിയപ്പെട്ടവരെ, ഒരു വീട്ടിൽ 2 പേഴ്സ് ഉണ്ടാകാൻ പാടില്ല. ഒരു വീട്ടില് 2 പേഴ്സ് ഉണ്ടാകാൻ പാടില്ല. ഒരു പേഴ്സ് മതി. എല്ലാ കാര്യവും വീട് അറിഞ്ഞു വേണം അത് ചെയ്യുവാനായിട്ട്. ദൈവവചനം വളരെ വ്യക്തമായിട്ട് അതൊക്കെ പറഞ്ഞിരിക്കുന്നത്. കുടുംബത്തിന്റെ തലയായിട്ട് ദൈവം ആക്കി വെക്കുന്ന ആ കുടുംബനാഥന്റെ പിന്നിൽ വളരെ ശക്തമായിട്ട് നിൽക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം ഭാര്യ. അതുപോലെ തന്നെ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുക. താൻ തന്നെ പോലെ തന്നെ തന്റെ ഭാര്യയെ സ്നേഹിക്കുക. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ അവിടെ സ്നേഹത്തെ കുറിച്ച് മാത്രം പറയുന്ന ഒരു അധ്യായമാണ്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഞാൻ ഈ വിവാഹ നിശ്ചയം ഇവിടെ നടക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യമുണ്ട് ഇതിന്റെ പുറകില്. എന്താണ് ആ യാഥാർത്ഥ്യം എന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തു വളരെ രഹസ്യമായി തനിക്ക് വേണ്ടി ഒരു സഭയെ ഇവിടെ തന്നിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുക. തന്റെ സഭ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഭ. ആ സഭയുടെ പ്രത്യേകത, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 48-ാമത്തെ വാക്യം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാ? തനിക്ക് വേണ്ടി ഒരു സഭയെ തന്റെ രക്തം കൊടുത്ത് മനുഷ്യജാതി മുഴുവനും പാപത്തിൽ മുഴുകി എന്നേക്കുമായി നരകത്തിലേക്ക് ഒഴുക്കപ്പെടേണ്ടുന്ന സ്ഥാനത്ത് ദൈവം തനിക്ക് പകരമായി, മനുഷ്യർക്ക് പകരമായി തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു.
യേശുക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ മനുഷ്യകുലത്തിന്റെ മുഴുവൻ പാപവും വഹിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു കാൽവറിയിലേക്ക് കയറി. നമ്മുടെ എല്ലാവരുടെയും അതിക്രമങ്ങൾ നിമിത്തം യേശുക്രിസ്തു തകർന്നും അടിയേറ്റും ക്രൂശിക്കപ്പെട്ടും ഈ ഏറ്റവും ത്യാഗോജ്വലമായിരിക്കുന്ന സ്നേഹം കാൽവറിയിലെ ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി കാഴ്ചവെച്ചു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു മാത്രമാണ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവ്. ആ യേശുക്രിസ്തു മടങ്ങി വരാൻ പോകുകയാണ്. ലോക സംഭവങ്ങളൊക്കെ വിളിച്ചു പറയുക. ചിന്തിക്കരുത്, യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരമാണ്. ആ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്ന ഏവർക്കും കർത്താവിന്റെ മണവാട്ടി സഭയുടെ അംഗങ്ങളാകാം. അങ്ങനെ കർത്താവിന്റെ മണവാട്ടിയെ ചേർക്കുവാൻ കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. തന്റെ കാന്തയിൽ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നുവെന്ന് വിശുദ്ധ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അനുഗ്രഹീതമായ ആ സമയം സമാഗതമാകുകയാണ്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളുടെ കല്യാണം ചൊവ്വാഴ്ച നടക്കുമ്പോൾ അന്ന് ഒരുക്കപ്പെട്ട ഒരു വരൻ, ഒരുക്കപ്പെട്ട വധു അവർ ഏറ്റവും മനോഹരമായ ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കും. എന്തുകൊണ്ട്? ഇന്ന് അവർ വിവാഹ നിശ്ചയം കഴിഞ്ഞവരാണ്. ഇതുപോലെ തന്നെ ഇന്ന് യേശുക്രിസ്തുവിന് ഹൃദയം കൊടുത്ത് യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളായി തീർന്നാൽ കർത്താവ് താൻ ഗംഭീരനാദവും പ്രധാനതോടെ ശബ്ദത്തോടുകൂടെ കാൽക്കളം ധനിക്കും മരിച്ചവരായി അക്ഷയരായി തീർക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ദിവസം വരും. അന്ന് രക്ഷിക്കപ്പെട്ടവർ ആവാലബുദ്ധം അവരെല്ലാവരും കർത്താവിന്റെ അടുക്കിലേക്ക് ചേർക്കപ്പെടും. മരിച്ചുപോയ വിശുദ്ധന്മാർ അവർ രൂപാന്തരപ്പെട്ട് അവർ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടും. ആ ദിവസങ്ങൾ ഏറ്റവും അടുത്താണ്. അതുകൊണ്ട് ഒരുക്കത്തോടുകൂടെ കരുതലോടുകൂടെ ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവേ, ഞാൻ ഒരു പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടിയാണ് അവിടുന്ന് മരിച്ചത്, ഞാൻ അങ്ങേ എന്റെ കർത്താവും എന്റെ ദൈവവും എന്റെ വീണ്ടെടുപ്പുകാരുമായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു തീരുമാനമെടുക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ക്രിസ്തുവുള്ളവരായിട്ട് കർത്താവിന്റെ മക്കളായി തീരുവാൻ ഒരിക്കൽ കൂടെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകളിൽ വിരമിക്കുന്നു. കർത്താവിന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഈ ശരീരത്തിൽ നാം ചെയ്തതിനോ നല്ലതോ തീയതോ എന്താകിലും ഈ ശരീരത്തിൽ നാം ചെയ്തതിനോ തക്കവണ്ണം പ്രാപിക്കേണ്ടതിനോ ക്രിസ്തുവിൻ മുമ്പാകെ വെളിപ്പെടുന്ന തക്കവണ്ണം പ്രാപിക്കേണ്ടതിനോ ക്രിസ്തുവിൻ മുമ്പാകെ വെളിപ്പെടുന്ന നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ ബലപ്പെട്ടിരിക്കുമോ നിന്റെ കൈകൾ? നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ ബലപ്പെട്ടിരിക്കുമോ നിന്റെ കൈകൾ? ഒരു നാളിൽ നിന്നിടുന്നു. ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷ ഏതാണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ അതിനു മുമ്പായിട്ട് നന്ദിയുടെ ഏതാനും ചില വാക്കുകൾ പറഞ്ഞതിന് സ്റ്റെഫിയുടെ സഹോദരൻ നെസ്റ്റിനെ ക്ഷണിച്ചു. പരമായിട്ട് വലിയവനായ ദൈവത്തിനോടൊപ്പം നന്ദി ഞങ്ങൾ കുടുംബമായിട്ട് അറിയിക്കുന്നു. ഇച്ചിരി മോശമായിട്ടാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ ക്ഷണം തിരിച്ചു വന്ന ആ സന്തോഷം ഞാൻ അറിയിക്കുന്നു. അതുപോലെ ഐസവകളിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കൂടി വന്ന ഞങ്ങളുടെ സഭാംഗങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ സ്റ്റേജ് ഇത്ര മനോഹരമായി ഡെക്കറേറ്റ് ചെയ്യുന്ന പ്രൊഫഷണൽസിനോട് നന്ദി അറിയിക്കുന്നു. സൗണ്ട് സിസ്റ്റം ഞങ്ങൾക്ക് റെഡിയാക്കി തന്ന ജോസ് രാജ്മാനോട് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ സ്റ്റേജിൽ ഞങ്ങൾക്ക് ഈ ഓഡിറ്റോറിയം അറേഞ്ച് ചെയ്ത് തന്ന അയൽവാസികളോട് നന്ദി അറിയിക്കുന്നു.
ക്ഷമ ചോദിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും ക്ഷണം സ്വീകരിച്ചാവുന്ന എല്ലാവർക്കും ഫുഡ് ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും അവിടുന്ന് ഇടയാക്കി ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. പ്രത്യേക യാത്രാക്ഷേമം കർത്താവ് നൽകിയതിനായിട്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവ് 16-ാം തീയതി ആ വിവാഹം തൃശ്ശൂർ വെച്ച് നടക്കുമ്പോൾ, അങ്കമാലി വെച്ച് നടക്കുമ്പോൾ ആവശ്യമായ എല്ലാ ദൈവകൃപയും നൽകണം. ഇരു കുടുംബങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇവിടെ നടന്ന എല്ലാ ശുശ്രൂഷകൾക്കായിട്ടും ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും മറ്റ് കർത്താവെ കടന്നു വന്ന രക്ഷിതാക്കൾക്കും എല്ലാം കർത്താവെ അവർക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. കേൾപ്പിച്ച ദൈവോദനത്തിനായിട്ടും നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച അവിടുത്തെ എല്ലാ കൃപകൾക്കായിട്ടും സ്തോത്രം, മഹത്വമെല്ലാം അങ്ങയുടെ തൃപ്പാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും പ്രത്യേകം ഇരു കുടുംബങ്ങളോടും കടന്നു വന്ന ദൈവജനത്തോടും ലോകമെമ്പാടുമുള്ള സകല ദൈവങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഇരിക്കുവാനാകട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആഹാരത്തിനായിട്ട് ഒരു വാക്ക് സ്തോത്രം ചെയ്യാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ലഭിച്ച ആഹാരത്തിനായിട്ട് സ്തോത്രം. ഇതിനു വേണ്ടി ചെലവ് കഴിച്ച കരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഭക്ഷിച്ച് ബലപ്പെട്ട് അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവിക്കാൻ ഇടയാക്കണം. യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ.
സന്നിധിയിൽ ആഴിയർക്കു വന്നു ചേരുവതിനായി ഇന്നു നിൻ സന്നിധിയിൽ ആഴിയർക്കു വന്നു ചേരുവതിനായി തന്ന നിൻ ഉന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു. തന്ന നിൻ ഉന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴുക്കൾ കരുണ. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴുക്കൾ കരുണ. ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാവോ. പാത്രത ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാവോ. നമുക്ക് രാവിലെ മുതൽ ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ആയിരിപ്പാൻ്റെ കോണം കർത്താവ് ഒരു അവസരം കൂടെ തന്നോർത്ത് തിരുനാമത്തിന് നന്ദിയോടെ കർത്താവെ ഞങ്ങൾ വന്ന കാര്യവും കർത്താവെ ആലോചനയിൽ വലിയനായ ദൈവം മുന്നമേ അറിഞ്ഞിരിക്കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവവിധ പ്രകാരം നിറവേറ്റുകയും ചെയ്ത വിവാഹ നിശ്ചയത്തിനായി ഞങ്ങൾ വീണ്ടും തിരുമേനിക്കണം നമ്മുടെ കർത്താവെ ഞങ്ങൾ വിവാഹ നിശ്ചയം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി അവിടുന്ന് നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം കൃപാന്നോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ ആ ശുശ്രൂഷകളുടെ മേലെല്ലാം കർത്താവിൻ്റെ അനുഗ്രഹവും ഉണ്ടായിരുന്നു. കർത്താവെ ദൈവത്തിൻ്റെ നടത്തിപ്പും ഒക്കെ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായതോർത്ത് ഞങ്ങൾ ഓർത്തുപോലെ പ്രിയമക്കളെ ദൈവാലയങ്ങൾ വീണ്ടും ഞങ്ങൾ പ്രമേർപ്പിക്കുകയാണ്. കർത്താവെ ആ 16-ാം തീയതി നടക്കുന്ന വിവാഹം ഏറ്റവും മംഗളകരമായി നടത്തുവാൻ വെക്കോളം സ്വർഗത്തിലെ ദൈവം എത്രത്തോളം സഹായിച്ച ദൈവം ആ വിവാഹത്തിനും കർത്താവെ നിന്റെ സാന്നിധ്യവും നിന്റെ കൃപയും നിന്റെ നന്മയും അനുഗ്രഹവും ചൊരിഞ്ഞ് അവിടുന്ന് സഹായിക്കണം, കൃപ ചെയ്യണം, കടാക്ഷിക്കണം എന്ന് ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഇരുവരെയും ദൈവാലയങ്ങൾ അവിടുന്ന് ഏൽപ്പിക്കുന്നു. കർത്താവെ ഞങ്ങൾ ഓർത്തു കർത്താവെ ഇത്ര ചെറുപ്പം മുതൽ ഈ സമയം വരെയും ഇത്ര വയസ്സ് വരെയും പ്രിയ മക്കൾക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം അവർക്ക് കൃപ നൽകി നാട്ടത്തിൽ എത്രയോ യുവാക്കന്മാരും യുവതികളും ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് ചതിക്കുഴിയിൽപ്പെട്ട് ജീവിതം തുലയ്ക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ മക്കൾക്ക് ചെറുപ്പത്തിൽ തന്നെ ദൈവത്തെ അറിയുവാനും ദൈവബദലായി ജീവിപ്പാനും ദൈവമഹത്വത്തിനു വേണ്ടി ജീവിപ്പാനും ഒക്കെ അവിടുന്ന് കൃപ നൽകിയതിനായിട്ട് കർത്താവെ അവർക്ക് പ്രായമായപ്പോൾ തക്കതായ തുണയെയും സ്വർഗത്തിൻ്റെ ദൈവം ഒരുക്കിയതോർത്ത് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പോലെ എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കുമെന്നുള്ള തിരുവചനം അവരുടെ ജീവിതത്തിൽ നിവൃത്തിയായതുകൊണ്ട് നിങ്ങളോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങൾക്ക് ഇന്ന് വിവാഹ നിശ്ചയം നടത്തി സന്തോഷിപ്പാനും ദൈവമഹത്വത്തിന് അതിടയായി തീരുവാനും കാരണമായതോർത്ത് തിരുനാമത്തിന് സ്തോത്രം. കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്ഷേമത്തോടെ കടന്നു വരുവാനും ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും ഒക്കെ ഇടയായല്ലോ, അതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ ഇപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ചില അവരവരുടെ ഭവനങ്ങളിലേക്ക് പോവുകയാണ്. വഴിയാത്രയിലൊക്കെ കർത്താവിൻ്റെ ആ പരിപാലനവും കാവലും സൂക്ഷിപ്പും ഒക്കെ ഉണ്ടായി. ആ ചെന്ന് ചേരേണ്ട കൃത്യസമയത്ത് ചെന്ന് വരുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നന്ദി പറയുവാൻ ഒക്കെ അവിടുന്ന് ഇടയാകണം എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ആയിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും 16-ാം തീയതി ഈ വിവാഹത്തിലൊക്കെ പങ്കെടുക്കേണ്ടവരാണ്. ശാരീരികവും മാനസികവുമായ എല്ലാ ക്ഷേമത്തെയും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം. പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്കും ആവശ്യമായ ദൈവകൃപ അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവെ അവരുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരുവാൻ ദൈവനാമത്തിനും ദൈവജനത്തിനും മഹത്വമായി തീരുവാൻ കാരണമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആ വിവാഹ ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ നടത്തിപ്പും അനുഗ്രഹവും എല്ലാ ആശീർവാദവും ഉണ്ടായിക്കൊണ്ട് പോകണം. കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവിടെ തലവണക്കിയിരിക്കുന്ന എല്ലാവരെയും ദൈവാലയങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഇനി കാണുന്നവരെയും കർത്താവെ നിന്റെ ചെറിയനാടിയിൽ ഞങ്ങളെ സൂക്ഷിക്കണം. ദൈവത്തെ ഞങ്ങൾക്ക് മഹത്വപ്പെടുത്തുവാൻ ഇടയാകണം എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടുള്ള സ്തോത്രം എല്ലാ മാനവും മഹത്വവും നൽകണം. ക്രിസ്തുവിന്റെ വിലയേറെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ.